ഗുരുദേവ തത്വദർശന പ്രചരണത്തിനായി ശിവഗിരി മഠത്തിന്റെ തീരുമാനപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഗുരുധർമ്മ പ്രചരണ സഭാ യൂണിറ്റുകളുടെയും ക്ലാപ്പന പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഉദ്ഘാടനം നവംബർ 5 ഞായറാഴ്ച നടന്നു. കല്ലേശ്ശേരിയിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗുരുധർമ്മ പ്രചരണ സഭ ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ജി പത്മകുമാർ സ്വാഗത പ്രസംഗം നടത്തി. ഗുരുദേവൻ ഇങ്ങനെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരനും മാറ്റി നിർത്തപ്പെടുന്നവനും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ കഴിയും എന്നുള്ള ഇത് ഇന്ന് ഗുരുദേവൻ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അത്രയുള്ള പരിവർത്തനങ്ങളൊക്കെ നടത്തി സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആ പുണ്യാത്മാവ്, ആ മഹാഗുരുവിനെ നമ്മൾ ഓരോരുത്തരും സ്മരിക്കുക തന്നെ വേണ്ടതാണ്. തുടർന്ന് ശ്രീനാരായണ ഗുരുധർമ്മ പ്രചരണ സഭ കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ അധ്യക്ഷ പ്രസംഗം നടത്തി. കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള ക്ലാപ്പന പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രഥമ സമ്മേളനം ഇവിടെ വെച്ച് നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ താല്പര്യപൂർവ്വം ഗുരുധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ആനന്ദകരമാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഗുരുധർമ്മ പ്രചരണ സഭ എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിന്റെ ഏക പോഷക സംഘടനയാണ്. ഗുരുധർമ്മ പ്രചരണ സഭ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതെല്ലാ ശ്രീനാരായണീയരിലേക്കും മാനവരാശിയിലെ ആകമാനം എത്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഗുരുധർമ്മ പ്രചരണ സഭ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുരുവിന്റെ ദർശനത്തിൽ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ ഇതിൽ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുരുധർമ്മത്തിൽ ഗുരു നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ആ പാതയിലൂടെ ആദ്യം സഞ്ചരിക്കുവാൻ ശ്രമിക്കണം. എന്താണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? ഗുരു നമ്മുടെ മുന്നിലേക്ക് വെച്ചത് യഥാർത്ഥ അദ്വൈത സിദ്ധാന്തമാണ്. എന്താണ് അദ്വൈത സിദ്ധാന്തം? എന്താണ് അദ്വൈതം? ദ്വൈതമല്ലാത്തത് എന്താണ്? അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു ആമുഖ സംഭാഷണത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അദ്വൈതം? നാം ഗുരുവിനെ വേറെ കാണും, ഈശ്വരനെ വേറെ കാണും, അയൽക്കാരനെ വേറെ കാണും, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യയും ഭർത്താവും രണ്ടായിട്ടാണ് കാണുന്നത്, അല്ലേ? എന്നാൽ അങ്ങനെ നമ്മൾ കാണാൻ പാടില്ല. നാമെല്ലാം ഒന്നാണ് എന്ന് ചിന്തിക്കുവാനാണ് ആര് പറഞ്ഞത്? ഗുരു നമ്മളോട് പറഞ്ഞിരുന്നത്. ഗുരുധർമ്മ പ്രചരണ സഭാ യൂണിറ്റുകളുടെയും ക്ലാപ്പന പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ഔപചാരികമായ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ദേശികാനന്ദയതി സ്വാമികൾ നിർവഹിച്ചു. ഒരു സ്വാഗതം പറയുന്ന പോലെയോ ഒരു പ്രസംഗം പറയുന്ന പോലെയോ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ ക്ലാപ്പന പഞ്ചായത്ത് കമ്മിറ്റിയുടെ രൂപീകരണവും യൂണിറ്റുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്.
ഒരു വിധത്തിലേക്ക് കടന്നുനിരിക്കുന്ന നിങ്ങളേവർക്കും ഗുരുദേവന് വിഭാഗാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാപ്പന പഞ്ചായത്ത് സമിതിയുടെ പ്രവർത്തനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ വിജയിക്കട്ടെ. അംബികാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും തുടർന്ന് സത്സംഗവും നടത്തി. നമ്മുടെ സംഘടനയുടെ ഉത്തരവാദിത്വം എന്താണ്? ആ ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പരിപാലിക്കുന്നവരും പ്രചരിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക. പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാം ഒരു വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെ നാം പഠിക്കുന്നു, ആ പഠിച്ച വിഷയം നാം സ്വയം പ്രാവർത്തികമാക്കുന്നു. ആ പ്രാവർത്തികമാക്കിയ ഒരു വിഷയം മാത്രമേ നമുക്ക് പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ഗുരുധർമ്മ പ്രചരണ സഭ രജിസ്ട്രാർ PM മധു, ഗുരുധർമ്മ പ്രചരണ സഭ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പത്മന സുന്ദരേശൻ, ഗുരുധർമ്മ പ്രചരണ സഭ ക്ലാപ്പന പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PK പ്രകാശ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും മാതൃവേദി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു. തുടർന്ന് സംഘാടക സമിതി കൺവീനർ M രാജു കൃതജ്ഞത രേഖപ്പെടുത്തി. ഈ യോഗത്തിൽ ആധ്യക്ഷം വഹിച്ച GDPS കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ് അവർകളെ സംഘാടക സമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ കൃതജ്ഞത അറിയിക്കുകയാണ്.